പട്ടാമ്പാറ. ഇവിടെ ഒരുപാട് പേരെ ആന ചവിട്ടി കൊന്നുണ്ട്. ഇവിടെയാണ് ഒറ്റയാൻ കൂട്ടമായി ഫാമിലി ആയിട്ട് മോർണിംഗിൽ ഈവനിങ് വാക്കിന് ഇറങ്ങുന്ന സ്ഥലം. അപ്പൊ അതാണോ കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വന്നത് 50 വയസ്സുള്ള നവദമ്പതികളെ ആന ചവിട്ടി കൊന്നത്? അതിവിടെ വെച്ചാണോ? അല്ല, ഇതിന്റെ അപ്പുറത്ത് നിന്റെ അമ്മായിമ്മടെ നെഞ്ചത്ത് ഒരാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഇടപെടരുതോ. ഇവിടെ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയാൽ മതി, അപ്പ ആന ചവിട്ടി കൊല്ലും. ഇത് ആനയുടെ ഒരു ഹോബിയാ. പിന്നെ ശബ്ദം. നീ എന്തിനു കൊറിയനെ പോലെ ഇരിക്കണ്? അവന്റെ ഫേസ് പോലെ അവന് ചിരിക്കാൻ പറ്റുള്ളൂ. ഒരു കുത്തുവെച്ചെന്നില്ല. അത് ആരുടെ കരച്ചിലെന്നറിയാം. ഇവിടെ ആനയുടെ ചവിട്ട് കൊണ്ട് മരിച്ച പലരുടെയും പ്രേതം അവിടെ ഗതി കിട്ടാണ്ട് അലഞ്ഞിരിഞ്ഞിറക്കണ്ട്. നമ്മുടെ മരണം കാത്തവര് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. സന്തോഷം കൊണ്ട് കരയണതാ. സന്തോഷം വന്ന ചിരിക്കല്ലട ചെയ്യാ, അല്ലാതെ പിന്നെ കരയാണോടാ പോത്തെ? അതാടാ പോത്തെ നമ്മളും പ്രേതങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ചിരിക്കുമ്പോ പ്രേതങ്ങൾ കരയും, പ്രേതങ്ങൾ കരയുമ്പോ നമ്മൾ ചിരിക്കും. എന്ന് വെച്ച് നീ ചിരിക്കല്ല, ഞങ്ങൾക്ക് എവിടെയാവും. എന്ത് പറ്റിയാടാ നിനക്ക്? എടാ മണ്ടാ, നീ എന്തിനാ പേടിക്കണേ? ഈ പ്രേതങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും പാട്ടൊക്കെ പാടി വരെ കണ്ടിട്ടില്ലേ? ഒരു മുறை വന്ന് പാട്ടായോ. നീ പേടിക്കരുത്. എന്താണത്? ബാക്കി പാട്ട് ഫില്ല് ചെയ്ത്. ഇത്രയും പാടാന്ന് എനിക്ക് ഫില്ല് ചെയ്യാൻ അറിയാം. പേടിപ്പിച്ചാണെങ്കിലടാ ഒരു പരവരണില്ലേ. നമുക്ക് എന്തായാലും ഇവിടെ പോകണം. എന്തൊരു ഇരുട്ട്, ഒന്നും കാണുന്നില്ലടാ. ഹെഡ്ലൈറ്റിന് വെളിച്ചം കുറവാണോ? ആദ്യം ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം കുറയും, പിന്നെ വണ്ടിയുടെ വേഗത കുറയും. അതാണ് തുടക്കം. സൂക്ഷിച്ചോ. നീ ഒരുമാതിരി മനുഷ്യനെ പേടിപ്പിക്കല എന്റെ ഗോപാലകൃഷ്ണ. എടാ, പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേടിപ്പിക്കണ കാര്യം പറയണത്. ആദ്യം നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം കുറഞ്ഞു, പിന്നെ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു. ഇപ്പൊ സാത്താന്റെ ഓളിയറിലും കേട്ടു. ഈ നോവല് വായിച്ചുള്ള പരിചയം കൊണ്ട് പറയണതാ. പിന്നെ പിന്നെ ടയറും ഒരൊറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ അവന്റെ ഒടുക്കത്തെ ഒരു കരിനാക്ക്. നോക്കി നിൽക്കാതെ പോയി ടയർ ശരിയാക്കടാ. ഞാൻ ഒറ്റയ്ക്ക് ടയർ മാറ്റിയിടാനാ? അതിന് എന്റെ അച്ഛൻ വേറെ ടയറിന് ഇരിക്കണം. പോണോന്ന് നീ ഇറങ്ങടാ, അവനോട് ഇരിക്കട്ടെ. ഇറങ്ങ്. എനിക്ക് പേടിയാവുന്നടാ. പേടിയാകണ ഞാനില്ല കൂടെ. അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടി. കൊച്ചു കള്ള നിക്കറിട്ട് ഇറങ്ങിയേക്കാണ്. വാങ്ങട്. പഞ്ചറായത് ഇതാണെന്ന് തോന്നുന്നു. ഇതാണോ? ഒരു സിഗരറ്റ് എടാ. അവിടെ കറക്റ്റ് വെളുത്തുപിടുത്തം ഞാൻ കണ്ടതാ. ശരിയാ, ഞാനും കണ്ടു. അവിടെ ഡിക്കില് നടക്കങ്ങട്. ഇത് പ്രേതം തന്നെയാ. ആരാണ് നീ? എടാ മണ്ട, പ്രേതങ്ങൾ സംസാരിക്കോ? ഇവളെ കണ്ടിട്ട് ഒരു പ്രേതത്തിന്റെ ലുക്കില്ല അല്ലേ? സ്റ്റാൻഡേർഡ് ഫാമിലിയിലെ പ്രേതാണെങ്കിലോ? ഇവള് പ്രേതമൊന്നും അല്ലെന്നറിയാൻ ഒരു വഴിയുണ്ട്. തൊട്ട് നോക്കാം. നീ തൊട്ട് നോക്ക്. ഞാൻ തന്നെ തുറന്നോ? കൂട്ടത്തിൽ നിനക്ക് എത്ര ധൈര്യം? നീ പോയി തൊട്ട് നോക്ക്. തൊടാൻ കിട്ടിയാലും തൊടാൻ അറിയില്ല. എങ്ങോട്ട് മാറിക്ക്, ഞാൻ തൊട്ട് കാണിച്ചു തരാം. ശരി, ഇങ്ങനെ തൊടണം. എടാ, ഇത് വഴുവഴിഞ്ഞിരിക്കണേ. ഇത് പ്രേതല്ല. ഞാൻ തൊടട്ടെ? ഞാൻ തൊടും. അതെ,